ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുട്സു കൈസൻ എന്ന ജാപ്പനീസ് എനിമി TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങി തന്നെ ഒരു സ്കൂളിൽ വെച്ച് ഒരു പയ്യനെ ഒരുപാട് പേര് തരുന്ന ആക്രമിക്കുകയാണ്. ഞാൻ വെറുക്കുന്ന എല്ലാവരും മരിച്ചു പോകുന്ന ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിൽക്കില്ല. പക്ഷേ എന്നെ വെറുക്കുന്ന ആളുകൾ മരിച്ചു പോകുന്ന ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിൽക്കും എന്ന് ആ അടിമേടിക്കുന്ന പയ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേയ്, എക്സ്ക്യൂസ് മീ, ഏയ് ലേഡി, ഒരു ടിക്കറ്റ് തരുമോ? ഇതേ സമയം തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ കേഴ്സിന്റെ ഒക്കെ ബോസും ആ തിയേറ്ററിന്റെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ആ ലേഡി അവൻക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ആ ടിക്കറ്റ് വെച്ച് അവൻ സിനിമ കാണാൻ വേണ്ടി പോവാണ്. ഇവനെ കൂട്ടമായി ആക്രമിച്ച ഇവന്റെ കൂടെ പഠിക്കുന്ന ആ സ്റ്റുഡൻസും ഇപ്പൊ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് വന്നിട്ടുണ്ട്. അവരാണെങ്കിൽ അവിടെ കടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻക്ക് അതൊക്കെ ഒരു ശല്യമായിട്ട് തോന്നുവാണ്. പിന്നീട് ആ കുട്ടികൾ എന്തിനാണ് ഇവനെ തല്ലിയതെന്ന് കാണിക്കുവാണ്. സുഭാഷ എന്ന് പറയുന്ന ഒരു ഗേൾ ഉണ്ട്. അവളെ ഇവൻ നോക്കിയത് കൊണ്ടാണ് അവരിവനെ തല്ലുന്നത്. സുഭാഷ അവളുടെ കൂടെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കുന്നത് എന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുന്നു. സുഭാഷ, നിന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇവർ നിന്നെ സഹായിക്കുന്നതെന്നറിയോ? നിന്നെ അത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഇവൻ പറയുന്ന സമയത്ത് തന്നെ ആ പിള്ളേരെ ഇവനെ ഒറ്റയടി അടിക്കുന്നു. സുഭാഷിനെ പറ്റിയാണ് ഇപ്പൊ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവന് വളരെ നന്നായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ കേഴ്സിന്റെ ബോസ് അങ്ങോട്ട് വരുന്നു. പക്ഷേ അവർക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. അവൻ വന്നുടനെ തന്നെ ആ 3 പേരുടെയും മുഖത്തിൽ ടച്ച് ചെയ്യുവാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഇവൻ കാണുന്നുണ്ട്. മൂവി കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ ലേറ്റ് വരുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. ആ 3 പേരും വളരെ ക്രൂരമായിട്ട് എന്നെ മരിച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇതെന്താ ഇങ്ങനെ? ഇതെങ്ങനെ ഇവരിങ്ങനെയായി മാറിയത്? അവനൊരു മനുഷ്യൻ തന്നെയാണോ? അവനാണോ ഇങ്ങനെ ചെയ്തേ? തീർച്ചയായിട്ടും അവനൊരു മനുഷ്യനായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അയാളുടെ പുറകെ പോകുന്നു. ഇതേ സമയമാണ് അവൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ആ കേഴ്സിന്റെ ബോസിനെ കാണുന്നത്. അവരുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുന്നു. ഹേയ്, എക്സ്ക്യൂസ് മീ. ഇത് കേൾക്കുന്ന കേഴ്സിന്റെ ബോസ്, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങളാണോ അവരെ കൊന്നേ? അതെ, ഞാൻ തന്നെ. അതിനിപ്പോ എന്ത് വേണം? നിന്റെ ഫ്രണ്ട്സാണോ അവര്? എന്ത് ഫ്രണ്ട്സാ? അവരെന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല. എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ആ കേഴ്സിന്റെ ബോസിനോട് ഇവൻ ചോദിക്കുവാണ്. ഇത് കേട്ട് ആ കേഴ്സിന്റെ ബോസ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ തിയേറ്ററിൽ കൊലപാതകം നടന്നുകൊണ്ട് തന്നെ പോലീസ് എല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന മറ്റൊരാൾ, അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഇപ്പൊ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുജിയെയും ആ വെള്ളക്കോട്ടിട്ട പുള്ളിക്കാരനെയും കാണിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു കേഴ്സാണ് ചെയ്തിരിക്കുന്നത് എന്ന് ആ വെള്ളക്കാരൻ പറയുന്നു. ഇത് കേട്ട് യുജി അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. ആ കേഴ്സ് ഇവിടെ വന്നിട്ട് പോയതിന്റെ അടയാളം എനിക്ക് കാണാനുണ്ട്. എവിടെ? എനിക്കൊന്നും കാണാനില്ലല്ലോ. ഇത് കേട്ട് വെള്ളക്കോട്ടുകാരൻ പറയുന്നു, നീ നല്ല രീതിക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. യുജി കഷ്ടപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുവാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഫുഡ് പ്രിന്റ്സ് കാണുന്നുണ്ട്. അതെ, അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് യുജി സന്തോഷിക്കുകയാണ്. ഇത് കേട്ട് വെള്ളക്കോട്ടുകാരൻ പറയുന്നു, ഒരു നല്ല സോസറെ കൊണ്ട് അത് കാണുന്നതിന് മുൻപ് തന്നെ അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇതേ സമയം യുജി കണ്ണടച്ച് അങ്ങനെ ഒന്നും അവിടെ ഉണ്ടോ എന്ന് സെൻസ് ചെയ്ത് നോക്കുവാണ്. പക്ഷെ അവനെ കൊണ്ട് അത് പറ്റുന്നില്ല. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, അത് പോരെ എന്ന് ആ വെള്ളക്കോട്ടുകാരനോട് യുജി ചോദിക്കുന്നു. വെള്ളക്കോട്ടുകാരൻ പറയുന്നു, അതൊന്നും എനിക്ക് അറിയണ്ട, നീ എന്താ ചച്ചേ എന്ന് പറഞ്ഞ് ഫോളോ മീ എന്ന് പറഞ്ഞ് പുറകെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇതേ സമയമാണ് ഈ വെള്ളക്കോട്ടുകാരനെ യുജി എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളത് കാണിക്കുന്നത്. എനിക്കൊരു ജോലിയുണ്ട്, സോ എനിക്ക് നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരാളെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാണ് എന്ന് ഗോജോ യുജിയോട് പറയുന്നു. ഇതാണ് കെന്റോ നനാമി, ഫസ്റ്റ് ഗ്രേഡ് സോസറർ. എല്ലാ ഹൈ ലെവൽ സോസറേഴ്സും എന്തിനാണ് ഈ കണ്ണൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് യുജി മനസ്സിൽ ചിന്തിക്കുന്നു. നിങ്ങളാണോ എന്നെ ഇനി ട്രെയിനിങ് ചെയ്യാൻ പോകുന്നതെന്ന് യുജി കെന്റോയോട് ചോദിക്കുന്നു. ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. എന്റെ പേര് കെന്റോ നനാമി, ഫസ്റ്റ് ഗ്രേഡ് സോസറർ. ഞാനും ഗോജോയും ഒരുമിച്ചാണ് പഠിച്ചത്. എനിക്ക് ജുജുത്സു തീരെ ഇഷ്ടമല്ല എന്ന് കെന്റോ പറയുന്നു. ഇത് കേട്ട് യുജി, പിന്നെ എന്തിനാ നിങ്ങൾ ജുജുത്സുവിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുന്നു. ആദ്യം ഞാൻ ജുജുത്സുവിലോട്ട് വന്നു, അത് വളരെയധികം വൃത്തികേടായിരുന്നു. അങ്ങനെ ഞാനൊരു ജോലിക്ക് പോവാന്ന് വിചാരിച്ചു. പക്ഷേ അത് അതിനേക്കാൾ വലിയ വൃത്തികേടായിരുന്നു. ആ 2 വൃത്തികേടിൽ ഏതാണ് കുറച്ച് നല്ല വൃത്തികേടെന്ന് നോക്കി ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ ജുജുത്സുവിൽ ചേർന്നു. ഗോജോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും അവനെ ബഹുമാനിക്കില്ല. കാരണം അവന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. അവന് തോന്നിയത് അവൻ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അത് കറക്റ്റായിട്ട് നീ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രം ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് പോലെ ഒക്കെ അനുസരിക്കുന്നു യുജി പറയുന്നു. ഇത് കേട്ട് കെന്റോ പറയുവാണ്, നിന്റെ ഹയർ ഓഫീഷ്യൽസിനോടൊക്കെ സംസാരിക്കുന്ന പോലെ എന്നോട് നീ സംസാരിക്കേണ്ട. കാരണം എനിക്ക് ജുജുത്സു തീരെ ഇഷ്ടമല്ല. കെന്റോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് കെന്റോ ഉണ്ടാവും കട്ടയ്ക്ക് കൂടെ. അങ്ങനെ കെന്റോയും യുജിയും തിയേറ്ററിൽ നടന്ന ആ സംഭവം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിലോട്ട് കയറി വരുന്നു. ആ കേഴ്സിന്റെ ഫുട് പ്രിന്റ്സ് തേടിക്കൊണ്ടാണ് ഇവർ വരുന്നത്. പക്ഷെ അപ്പോഴാണ് അവരുടെ പുറകിൽ ഒരു കേഴ്സ് നിൽക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നത്.
അതിനെ യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കെൻഡോ പറയുന്നു ഇത് ഞാൻ നോക്കിക്കോളാം, നീ ആ സൈഡിലിരുന്ന് നമ്മളെ ഒളിഞ്ഞു നോക്കുന്ന കേഴ്സിനെ അറ്റാക്ക് ചെയ്യേ എന്ന് യൂജിയോട് പറയുന്നു. യൂജി അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്, അവിടെ വേറെ ഒരു കേഴ്സ് ഉണ്ട്. നിനക്ക് അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആദ്യം തന്നെ എന്നോട് പറഞ്ഞേക്ക്, അതും ഞാൻ നോക്കിക്കോളാം എന്ന് കെൻഡോ പറയുന്നു. ഇത് കേട്ട് യൂജി ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. 18 വയസ്സായ ആരും വലുതാകുമൊന്നുമില്ല. നീ വലുതായെന്ന് നിനക്ക് എപ്പോഴാണ് മനസ്സിലാവാന്നറിയോ? നിന്റെ തലയിൽ നിന്നും ഒരു മുടി കൊഴിഞ്ഞു പോകുന്ന സമയത്ത്. ചെറുപ്പത്തിൽ നീ കടയിൽ നിന്നും മേടിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പുളിമിഠായി ഇപ്പോഴത്തെ ജനറേഷന് എന്താന്ന് പോലും അറിയാത്ത സമയത്ത് നീ മനസ്സിലാക്കും നീ വലുതായെന്ന്. കാലം നമ്മുടെ കൺമുമ്പിൽ വെച്ച് എന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ യൂജിയും കെൻഡോയും അവിടെ ഉണ്ടായിരുന്ന 2 കേഴ്സിനെയും അറ്റാക്ക് ചെയ്യുകയാണ്. എന്റെ കേഴ്സിന്റെ സ്പെഷ്യൽ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എതിരെ നിൽക്കുന്നത് ആരാണോ അതിന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്നെക്കാൾ വലിയ ശത്രുവാണെങ്കിലും എനിക്ക് സിമ്പിൾ ആയിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്ന് കെൻഡോ ചോദിക്കുന്നു. ഇതേ സമയം യൂജി ആണെങ്കിൽ മാരകമായിട്ട് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോടാണോ നിങ്ങൾ പറഞ്ഞതെന്ന് യൂജി ചോദിക്കുമ്പോഴേക്കും യൂജി എടുത്ത് തൂക്കിയെറിയാണ് ആ കേഴ്സ്. നിന്നെ ട്രെയിനിങ് ചെയ്യാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അപ്പൊ നീ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് കെൻഡോ പറയുന്നു. ഓ ഞാനിപ്പോ ഇങ്ങേര് പറയുന്നത് കേൾക്കണോ അതോ ഇവിടെ ഫൈറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷനായി നിൽക്കുവാണ് യൂജി. എന്റെ കേഴ്സ് ടെക്നിക്ക് എന്താണെന്ന് നീ ഇപ്പൊ കാണ് എന്നും പറഞ്ഞുകൊണ്ട് കെൻഡോ ഒരു വെപ്പൺ എടുക്കുന്നു. തന്റെ കേഴ്സ് എനർജി എല്ലാം തന്നെ ആ വെപ്പണിലോട്ട് കൊണ്ടുപോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ കേഴ്സിന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അങ്ങ് കട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, സോ സിമ്പിൾ. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന യൂജി ആ കത്തിയിൽ നിന്നും ആ തുണി പോലും എടുത്തിട്ടില്ല. മാത്രമല്ല അതിന്റെ ബാക്ക് സൈഡ് വെച്ചാണ് അറ്റാക്ക് ചെയ്തത്. അത് ഇത്രയ്ക്കും ഷാർപ്പായിരുന്നു എന്ന് പറഞ്ഞ് യൂജി കെൻഡോയെ നോക്കി നിൽക്കുന്ന സമയത്താണ് കെൻഡോ പുറകിലോട്ട് നോക്കാൻ പറയുന്നത്. ഇതേ സമയം തന്നെ ആ കേഴ്സ് യൂജിയെ അവിടെ നിന്നും അടിച്ചെറിപ്പിക്കുന്നു. ഓ നിന്നെ കൊണ്ട് ഇതുപോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കെൻഡോ യൂജിയോട് ചോദിക്കുന്നു. നിങ്ങളല്ലേ എന്നോട് ഓരോന്ന് സംസാരിച്ച് എന്നെ ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, സോ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കെ ഞാൻ കാണിച്ചുതരാം എന്റെ പവർ എന്താണെന്ന്. യൂജി തന്റെ കേഴ്സ് എനർജി യൂസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവരത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നിന്റെ കേഴ്സ് എനർജി വളരെയധികം സ്ലോ ആണ്. അത് റിലീസ് ആവുന്ന സമയത്ത് വളരെയധികം ലേറ്റ് ആയിട്ടാണ് റിലീസ് ആവുന്നത്. പക്ഷേ അതാണ് നിന്റെ അഡ്വാൻറ്റേജ്. നീ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ട്, പക്ഷേ നിന്റെ കേഴ്സ് എനർജി സ്ലോ ആയിട്ട് റിലീസ് ആവുന്നത് കൊണ്ട് നീ കൊടുക്കുന്ന ഫോഴ്സ് കൂടാതെ തന്നെ നിന്റെ കേഴ്സ് എനർജിയുടെ ഫോഴ്സും വരും. സോ അത് ഡബിൾ ഇമ്പാക്ട് ഉണ്ടാക്കും. സോ അതേ ടെക്നിക്ക് തന്നെയാണ് ഇപ്പൊ യൂജി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. തന്റെ മുമ്പിലുള്ള ആ കേഴ്സിന്റെ ഹാർട്ടില് ഒറ്റ ഇടി അങ്ങ് ഇടിക്കുന്നു. ആദ്യം ചെറുതായിട്ടൊരു ഇടി ഇടിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ കേഴ്സ് എനർജി പുറത്തോട്ട് വരുന്ന സമയത്ത് അവിടെ വലിയൊരു ഹോള് തന്നെ ഉണ്ടാവുകയാണ്. ഇതിനെ നമ്മൾ ഡൈവേഷൻ ഫിസ്റ്റ് എന്ന് വിളിക്കും. ഇപ്പോ ഒരുപാടധികം സോഴ്സറേഴ്സിനെ കൊണ്ടൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നീ ശരിക്കും പവർഫുൾ ആണ് എന്ന് ഗോജോ യൂജിയോട് പറയുന്നത് യൂജി ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കെൻഡോ. ഈ പയ്യൻ ശരിക്കും പവർഫുൾ ആണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗോജോ എന്തുകൊണ്ടാണ് ഇവരെ എന്നോട് ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞതെന്ന്. അടികൊണ്ട കേഴ്സ് എല്ലാം തന്നെ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനിക്കുന്നുണ്ടല്ലേ, കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തീർത്തരാന്ന് പറഞ്ഞ് കെൻഡോ അവരെ കൊല്ലാൻ നിൽക്കുന്ന സമയത്താണ് കെൻഡോ ആ കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ യൂജിയോട് വേണ്ട അതിനെ കൊല്ലണ്ടെന്ന് പറയുന്നു. നോക്കുന്ന സമയത്ത് ആ കേഴ്സിന്റെ കയ്യിൽ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്. കെൻഡോ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. കേഴ്സിനെ ഫോട്ടോയിൽ കാണാൻ പറ്റില്ല, അത് യൂജിക്ക് അറിയാം. യൂജി അത് പറയുന്ന സമയത്ത് അത് ശരിയാണ്, പക്ഷെ ഇത് കാണുന്നുണ്ട്, ശരിക്കും ഇത് കേഴ്സ് തന്നെ ആയിരിക്കില്ലേ എന്ന് അവർ രണ്ടുപേരും ചിന്തിക്കുന്നു. ആ 2 കേഴ്സിനെയും ലാബിലോട്ട് അയക്കുവാണ്. ലാബിലെത്തിയ ആ കേഴ്സിനെ നോക്കി ആ ഡോക്ടർ പറയുന്നു, ഇവർ 2 പേരും മനുഷ്യനാണ്, അല്ല മനുഷ്യന്റെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇവർ കംപ്ലീറ്റ് ആയിട്ടും ഒരു കേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇവരുടെ ബ്രെയിൻ എല്ലാം തന്നെ ഓൾട്ടർ ചെയ്ത് ഏതോ ഒരു സോസറർ ഇവരെ ഒരു കേഴ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ഇവർ ശരിക്കും ഹ്യൂമൻസ് ആയിരുന്നെങ്കിൽ അത് എന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നു, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കെൻഡോ ആ ഡോക്ടറോട് ചോദിക്കുന്നു. അത് ഇവരെ കേഴ്സ് ആക്കി മാറ്റിയ അതേ സോസററോട് തന്നെ ചോദിക്കണം. അല്ല ഞാൻ ഈ പറയുന്നതെല്ലാം ഇറ്റഡോറി കേൾക്കുന്നുണ്ടോ എന്ന് ആ ഡോക്ടർ ചോദിക്കുന്നു. അതെ ഞാൻ കേൾക്കുന്നുണ്ട്, പറയൂ. ഇവരെ കേഴ്സാക്കി മാറ്റിയ സമയത്ത് തന്നെ ഇവർ മരിച്ചുപോയതാണ്. സോ നീയല്ല ഇവരെ കൊന്നത്, അതാലോചിച്ച് നീ ഇനി വിഷമിച്ചിരിക്കേണ്ട എന്ന് ആ ഡോക്ടർ യൂജിയോട് പറയുന്നു. അവരത് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് യൂജി സങ്കടപ്പെടുവാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഇവൻ സങ്കടപ്പെടുന്നോ? ഇവൻ ശരിക്കും ഒരു നല്ലവനാണ് എന്ന് കെൻഡോ മനസ്സിൽ പറയുന്നു. നീ വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്തവനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കെൻഡോ അവിടെ നിന്ന് എഴുന്നേക്കുന്നു. അതെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കുമെന്ന് യൂജിയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ടണലാണ്. അവിടെ ആ കേഴ്സിന്റെ എല്ലാം ബോസ് ആ കുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാണ്. ആ കുട്ടിക്ക് കേഴ്സ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുവാണ്. പ്രേതം, ഭൂതം, പിശാച് ഇതിനെയൊക്കെ കണ്ടിട്ടാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. പക്ഷെ അവർ പേടിക്കാൻ ഇത് മാത്രമൊന്നുമല്ല കാരണം. റോബറി, മർഡർ അതൊക്കെ കണ്ടിട്ട് അവർ പേടിക്കും. ഇത് കേട്ടാ കുട്ടി അപ്പൊ അതിൽ നിന്നും കേഴ്സ് ക്രിയേറ്റ് ആവുമല്ലേ എന്ന് അയാളോട് ചോദിക്കുന്നു. അതെ ശരിയാണ് നീ പറഞ്ഞേ, നീ ശരിക്കും ഒരു ബുദ്ധിമാനാണ്. നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് സമയം പോകുന്നതേ അറിയുന്നില്ല എന്ന് അവനോട് പറയുന്നത് കേട്ട് അവനക്ക് സന്തോഷമാവുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ടണലിൽ നിന്നും ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അതിലോട്ട് എത്തി നോക്കുവാണ് അവൻ. പെട്ടെന്ന് തന്നെ അയാൾ അവന്റെ മുമ്പിലോട്ട് വരുന്നു. മനുഷ്യർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളെ പേടിയുണ്ട്. വോൾക്കാനോ, ചില പ്രത്യേകതര ചെടികൾ, അതിൽ നിന്നെല്ലാം
ക്രിയേറ്റ് ആവുന്ന കേഴ്സ് എല്ലാം വളരെയധികം ബുദ്ധിമാന്മാരായിരുന്നു. അവരെല്ലാം തന്നെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു, ആരുടെയും കണ്ണിൽ പെടാതെ. ഇത് കേട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനത്തെ കേഴ്സാണ്? ഞാനൊരു ഹ്യൂമൻ കേഴ്സാണ്. ഞാൻ ഹ്യൂമൻസിന്റെ ഇമോഷൻസിൽ നിന്നും ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു കേഴ്സാണ്. ഇതേ സമയം തന്നെ കെൻഡോയും യൂജിയും അവിടെ ഒരു മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുപാടധികം ഹ്യൂമൻസിനെ കാണാതായിട്ടുണ്ട്. അവരെ എല്ലാവരെയും എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് എനിക്ക് ഏകദേശം അറിയാം. സോ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നിനക്കും വേറൊരു ജോലി ഞാൻ തരാം. ഇത് കണ്ടോ, ഈ പയ്യന്റെ പേര് ജോൺ പേഹുഷിനോ. തിയേറ്ററിനകത്ത് ആ മർഡർ നടന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. മേ ബി ഇവനായിരിക്കും ആ കേഴ്സ് സോസറർ. ഇവനെ പറ്റി നീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് യൂജി പറയുന്നു. അതൊക്കെ പോട്ടെ, എപ്പോഴെന്താ ഇവരെന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നതെന്ന് യൂജി ചോദിക്കുന്ന സമയത്ത് അവര് പറയുവാണ്, നീ ജീവനോടെ ഇരിക്കുന്ന അറിയുന്ന ഒരേ ഒരു അസിസ്റ്റന്റ് അത് ഞാൻ മാത്രമാണ്. ഈ ചൂജിയും പറയുന്നു. ഈ ചൂജി കെൻഡയോട് ചോദിക്കുകയാണ്, ശത്രുവിന്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പക്ഷെ എന്തുകൊണ്ട് അത് അവനോട് നിങ്ങൾ പറയുന്നില്ല? അത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൂടെ വരുമെന്ന് പറയും. എന്തൊക്കെയായാലും അവനൊരു ചെറിയ കുട്ടിയാണ്, അവനെ ഒരിക്കലും പ്രശ്നത്തിലോട്ട് തള്ളിവിടാൻ പാടില്ല എന്ന് കെൻഡോ പറയുന്ന സമയത്ത് യൂജി അങ്ങോട്ട് വന്നിട്ട്, ഹേയ് ടീച്ചർ, ഞാൻ പറയാൻ മറന്നു, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് കെൻഡോയോട് പറയുന്നു. കെൻഡോ പറയുന്നു, എന്നെ ടീച്ചർ എന്നൊന്നും വിളിക്കണ്ട. ഓ അങ്ങനെയാണോ, എന്നാ കെൻഡോയുടെ ഇവിടെ നിന്ന് വിളിച്ചാലോ? ഇത് കേട്ട് കെൻഡോ, അതിന് നല്ലൊരു ടീച്ചർ തന്നെയാ. ഇതേ സമയമാണ് നമ്മൾ ആ ജൂൺപേ എന്ന പയ്യനെ കാണുന്നത്. അവൻ ആ കേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവനിപ്പോ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന ഇവനെന്താ യൂണിഫോം ഇടാത്തതെന്ന് യൂജി ചോദിക്കുന്ന സമയത്ത് അവൻ സ്കൂളിൽ പോകുന്നത് എന്നെ നിർത്തിയെന്ന് അസിസ്റ്റന്റും പറയുന്നു. അങ്ങനെ ജൂൺപേ ഫോളോ ചെയ്ത് യൂജിയും അസിസ്റ്റന്റും പോവാണ്. യൂജിയുടെ കയ്യിൽ ഒരു കൂട്ടിലായിട്ട് കുറച്ച് കേഴ്സും കുഞ്ഞുങ്ങളും ഇരിക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ജൂൺപേ എന്ന് പറയുന്ന ഈ പയ്യൻ ഇവൻ ശരിക്കും നല്ലവനാണോ ചീത്തവനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ആ സാഹചര്യം കാരണമാണ് അവൻ ഇങ്ങനെയായി മാറിയത്. മാത്രമല്ല ജൂൺപേനെ കൊണ്ട് കേഴ്സിനെയൊക്കെ കാണാൻ പറ്റും. സോ അവൻ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ അല്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.